ഹലോ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കുറച്ച് ഓർണമെൻറ്റ്സ് പരിചയപ്പെടാൻ പോകും. എൻ്റെ ചെറുതും വലുതായിട്ടുള്ള ഓർണമെൻറ്റ്സ്, ഒത്തിരി ഒന്നുമില്ല, കുറച്ച്. അപ്പം ആദ്യം തന്നെ നമുക്ക് കമ്മലിൽ നിന്ന് തുടങ്ങാം. എനിക്കൊരുപാട് ജിമിക്കുകളാണുള്ളത്. എനിക്ക് ഏറ്റവും ഇഷ്ടം ജിമിക്കുകളാണ്. അപ്പോൾ ഇത് വരും ആദ്യത്തെ ഒരു പച്ച ജിമിക്കി. അതേ മോഡൽ തന്നെ വരുന്ന ഒരു റെഡ് കളറുണ്ട്. പിന്നെ വരുന്ന ഒരു ഗോൾഡൻ കളറിലെ ജിമിക്കി. ഇതൊരു റെഡ് കളറാണ്. ഇതൊക്കെ കുറേ വർഷം മുമ്പുള്ള ജിമിക്കുകൾ. ഇതൊക്കെ ഈ പ്രാവശ്യം ചേച്ചി വന്നപ്പോൾ കൊണ്ടുവന്ന കമ്മല കൊള്ളാവും. ഇത് കഴിഞ്ഞ വട്ടം വന്നപ്പോൾ കൊണ്ടുവന്ന എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കമ്മലായത്. നല്ല രസമല്ലേ, ഒരു താമരയുടെ നല്ല ഭംഗിയില്ലേ. ഇത് നല്ല രസമല്ലേ. ഇതില്ല മറ്റേ ഗുരുവായൂരമ്പല നടയിൽ രാജൻ ഇടുന്നതിൻ്റെ ചെറിയതാണ് ഈ കമ്മൽ. പിന്നെ ഇത് ഇതുവരെ ഞാൻ ഇട്ടിട്ടില്ല, ഇതുവരെ ഇതൊന്നും. പിന്നെ ഒരു ബ്ലൂ കളറിലെ സ്റ്റോൺ വരുന്ന ഒരു കമ്മൽ. പിന്നെ ഈ കാതി കിടക്കുന്നത് കൊള്ളാവും. എനിക്ക് ഏറ്റവും കൂടുതലുള്ളത് ജിമിക്കുകളാണ്. ഇതൊരു വേറെ ടൈപ്പ് ജിമിക്ക്. ഇതൊക്കെ കുറേ വർഷമായിട്ടുള്ള ജിമിക്കുകയാണ്. അതുകൊണ്ട് വലിയ കളറില്ല ഇതിന്. പിന്നെ ഇതെൻ്റെ കഴിഞ്ഞ ബർത്ത്ഡേക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ശ്രീലക്ഷ്മി എനിക്ക് ഗിഫ്റ്റ് ചെയ്ത കമ്മൽ. എനിക്ക് ഇഷ്ടമുള്ള കമ്മലിൽ ഒരെണ്ണമാണിത്. നല്ല രസമല്ലേ, ഒരു വെറൈറ്റിയാണ്. എൻ്റെ ഇല്ലാത്ത സൈസിൽ നല്ല ഭംഗി ഇത് കാണാൻ. പിന്നെ ഇതെനിക്ക് മുത്തുചേച്ചി വാങ്ങിച്ചു തന്നെ ചെന്നൈയിൽ നിന്ന് വന്നപ്പോൾ. ഇത് നല്ല രസം. ഇതൊക്കെ അമ്മ വാങ്ങിച്ച കമ്മലാണ്. അമ്മ ഇടുന്ന കമ്മല ഇതൊക്കെ. ഇത് രണ്ടും. ഇത് പിന്നെ എനിക്ക് അമ്മ ഒരു അമ്പലത്തിൽ പോയപ്പോൾ വാങ്ങിത്തന്നു. ഇതും എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് ഗിഫ്റ്റ് ചെയ്തത്. നല്ല രസമല്ലേ, ഒരു സിമ്പിൾ കമ്മല, നല്ല ഭംഗി. അങ്ങനെ നമ്മുടെ കമ്മലിൻ്റെ സെക്ഷൻ കഴിയാറായി. ഇല്ല, കഴിഞ്ഞിട്ടില്ല. ഇത് കണ്ടില്ലേ, നല്ല ഭംഗിയായി കമ്മലുകളാണ്. എനിക്ക് ഒത്തിരി ഇഷ്ടമായി കമ്മൽ. ഒരു ലക്ഷ്മി ദേവി വരുന്നൊരു കമ്മൽ, കല്യാണത്തിനൊക്കെ ഇടാൻ പറ്റുന്നത്. നല്ല ഭംഗിയല്ലേ. ഇനി കുറച്ച് ഹെവി സാധനമാണ്. ഇതൊരു ജിമിക്ക. ഇതൊക്കെ മുംബൈ വാല ജിമിക്കീസ്. ഇത് നല്ല ഭംഗിയില്ലേ. ഇത്രയുള്ള എൻ്റെ ജിമിക്കി കളക്ഷൻസ് പണ്ട് ഒത്തിരി ഉണ്ടായിരുന്നു, എല്ലാം പോയി. ഇതൊക്കെ ഈ പ്രാവശ്യം പാറ വന്നപ്പോൾ കൊണ്ടുനടക്കുന്നില്ല. വിഷുവിന് അവൾ ഇതായിട്ടിരുന്നു, അവിടെ പ്രസൻറ്റ് ചെയ്ത ഇച്ചിരി ഹെവി സാധനമാണ്. ഇഷ്ടമാണ്, നല്ല ഭംഗി. ഇതാണ് ഞാൻ എൻ്റെ ഡ്രസ്സിൻ്റെ കൂടെ വിഷുവിന് ഇട്ടിരുന്നത്. നല്ല ഭംഗിയുണ്ട്, അത്യാവശ്യം കാണാൻ നല്ലതാണ്.
പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു കമ്മലായത്. നല്ല ഭംഗിയില്ലേ? നല്ലതായിരുന്നു. ഞാൻ വിഷുവിൻ്റെ രാത്രി അമ്പലത്തിൽ പോയപ്പോൾ ഇട്ട കമ്മലായത്. ഇതൊക്കെ മുമ്പേ ഇത് ചേച്ചി വാങ്ങി തന്നെ. എന്തായാലും എൻ്റെ കമ്മലിൻ്റെ കളക്ഷൻസ് അങ്ങനെ കഴിഞ്ഞു. ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ ഈ ഒരു കമ്മലോടുണ്ട്. ഇത് ഞാൻ ഇതുവരെ ഇട്ടിട്ടില്ല, പൊട്ടിച്ചിട്ടില്ല. ഈ കമ്മൽ കാണാൻ പറ്റുന്നുണ്ടോ? ഒരു മഴത്തുള്ളി ടൈപ്പ്. കൊള്ളാം. ഇതുവരെ ഇട്ടിട്ടില്ല ഈ കമ്മൽ. ഒത്തിരി മാലയെ പക്ഷെ കുരുങ്ങിപ്പോയി. എൻ്റെ ലോക്കറ്റാണിത്. കാണാൻ പറ്റുന്നത്. വേറെ ലോക്കറ്റ് കൂടെ ഉണ്ട്. 3 ലെയറായിട്ട് വരുന്നൊരു മാലയാണ്. പക്ഷേ ഇത് കുരുങ്ങിപ്പോയി. നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നുള്ളത് ഇതാണ് ഈ ഒരു മാലയാണ്. പിന്നെ ഇതാണ് ഈ ലോക്കറ്റ്. മാല അത്രയേ ഉള്ളൂ. മാല ഇടുന്നില്ലല്ലോ. പിന്നെ ഇതെൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് ഇപ്പോൾ ഉള്ള വള. എൻ്റെ 2 എണ്ണം ഉണ്ട്. ഇതൊരു ഗ്രീൻ കളർ സ്റ്റോൺ വരുന്നൊരു വള. ഇതൊക്കെ ഒരു 5-6 വർഷമായ വളയാണ്. ഇതൊക്കെ ചെയിനാണ്. നല്ല ഭംഗിയാണ് കാണാൻ. പിന്നെ എൻ്റെ കയ്യിലൊരു വളയുണ്ട്. പിന്നെ ഇത് പണ്ട് എനിക്ക് ഇങ്ങനത്തെ പോലൊരു വള ഉണ്ടായിരുന്നു. ഇതും ചേച്ചി എനിക്ക് മുമ്പിൽ വന്നിരുന്നു. നല്ല ഭംഗിയായിരുന്നു. ഹലോ, ഞാൻ ഇതുവരെ ഇട്ടില്ല, സൂക്ഷിച്ചിട്ടില്ല. പിന്നൊരു വാച്ചുണ്ട്. പിന്നെ കുറേ മോതിരം. ഇതൊരു മോതിരം, ഇതൊരു മോതിരം, ഇത് കുറച്ച് മോതിരമേ ഉള്ളൂ. ഒത്തിരി മോതിരമൊന്നും എനിക്കില്ല. തലയിൽ വെക്കുന്നൊരു ക്ലിപ്പ് പോലത്തെ, തലയിലൊക്കെ വെക്കുന്നത് ഇതാണിത്. പിന്നെ കുറേ ക്ലിപ്സ് ഉണ്ട്. ബട്ടർഫ്ലൈ ക്ലിപ്സ്, പിന്നെ സാധാ ക്ലിപ്സൊക്കെയാണ്. പിന്നെന്താ പിന്നെ കുറച്ച് മാലകൾ. അതും വളരെ കുറച്ച് സാധനങ്ങൾ നമുക്കുള്ളൂ. ഒത്തിരി ഒന്നുമില്ല. ഈ മാല എനിക്ക് എൻ്റെ ബർത്ത്ഡേക്ക് തന്നെ ശ്രീലക്ഷ്മി ഗിഫ്റ്റ് ചെയ്തതാണ്. ഇതതിൻ്റെ ഒരു വേറെ ടൈപ്പ്. ഇത് ഈ കളറാണ്. പിന്നെ പാലക്കാമാല പോലത്തെ ഒരു സാധനം. അത് പറഞ്ഞില്ലേ? പിന്നെ വേറൊരു മാല. ഇത് നല്ല ഭംഗിയല്ലേ? നല്ല രസമാണ്. പിന്നെ പാലക്കാമാലയുടെ വേറൊരു ടൈപ്പ് കൂടെ വേണ്ടിയിട്ട് 2 നല്ല. പിന്നുള്ളൊരു മാല ഞാൻ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഓണപ്പരിപാടിക്ക് ശ്രീലക്ഷ്മിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതുവരെ കൊടുത്തിട്ടില്ല തിരിച്ച്. എന്നാലും കൊടുക്കാം അല്ലേ? അപ്പോൾ മാലയൊക്കെ അത്രേ ഉള്ളൂ. ഞാനങ്ങനെ ഒരുപാട് മാലയൊന്നും വാങ്ങിച്ചിട്ടില്ല. കാരണം യൂസ് ചെയ്തില്ലെങ്കിൽ ചുമ്മാ പിടിക്കത്തില്ല. അപ്പം അമ്മ തന്നെ ഓരോന്ന് പറയും. പിന്നെ കുറച്ച് പൊട്ട് ഓർണമെൻ്റായിട്ട് വരുമോ? എന്നാലും കുഴപ്പമില്ല. ഇതൊരു പൊട്ടാണ്. പിന്നെ ഇത് കുറേ പ്ലാസ്റ്റിക് വളകൾ. ഇതൊക്കെ പണ്ടൊക്കെ വാങ്ങിച്ച് വെച്ചേക്കുന്നതാണ്. നല്ല ഭംഗിയല്ലേ? ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് സാധനം വരുന്നത്. ഗസ് ചെയ്യാവോ എന്താണ്? ഇതാണ് ഐറ്റം. കുപ്പിവള. ഇത് പല കളറുള്ള ഇതൊരു റെഡ് കളറാണെന്ന് പറയാം. റെഡല്ല, ഈ ചോരയുടെ ഒക്കെ ഒരു ചോപ്പല്ലേ, ആ കളറായത്. പിന്നുള്ളത് ഗ്രീൻ കളറാണ് എനിക്കിതിൽ ഏറ്റവും കൂടുതൽ ഒത്തിരി ഉള്ള കുപ്പിവള. ഗ്രീൻ കളറിലെ കുപ്പിവള. പിന്നെ ബ്ലാക്കാണ് എനിക്ക് ഏറ്റവും കൂടുതൽ. ഇത് സാധാ ഒരു ബ്ലാക്ക്. ഇത് കുറച്ച് ഡിസൈൻ ആയിട്ടുള്ള ബ്ലാക്ക് കളർ. കയ്യിലൊരു ബ്ലാക്ക് കളർ. ഇത് വരുമ്പോൾ ബ്ലൂ കളറിലെ കുറേ ബ്ലൂ പോലെ. ഇത് പാറു കൊണ്ടു തന്നത്. നല്ല രസമുള്ള ഈ 2 ടൈപ്പ്. പിന്നെ
ഈ ഒരു കളർ. അങ്ങനെ പിന്നെ ഇതും എനിക്ക് പാറുകൊണ്ട് തന്നത്, നല്ല ഭംഗിയില്ലേ. അങ്ങനെ എൻ്റെ ഓർണമെൻറ്റ് കളക്ഷൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ എൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷൻ ഇവിടെ കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞിട്ടില്ല. പിന്നെ ഈ ഒരു കളറ് കാണാൻ, ഇതും ഒരു ബ്ലൂ കളറാണ്, ഇതിനകത്തുള്ളൊരു ബ്ലൂ കളർ. ഇതിൽ പച്ചയുണ്ട്, നീലയുണ്ട്, എല്ലാം ഉണ്ട്. ഇതിൽ പച്ചയുണ്ട്, നീലയുണ്ട്, എല്ലാ കളറും ഉണ്ട്. അങ്ങനെ എൻ്റെ ഓർണമെൻറ്റ്സ് കളക്ഷൻസ് ഒക്കെ ഇവിടെ കഴിഞ്ഞു. ഇത്രയുള്ള സാധനമൊക്കെ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ